നമസ്കാരം. ട്രംപിൻ്റെ വ്യാപാര യുദ്ധ പ്രഖ്യാപനം വീൺവാക്കായില്ല. ലിബറേഷൻ ഡേ ഹാസ് കം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറഞ്ഞ വിമോചനത്തിൻ്റെ ദിവസം ഏപ്രിൽ മാസം 2-ാം തീയതി എത്തി. തീരുവകൾ നിലവിൽ വന്നു. പലർക്കും പല പ്രതീക്ഷകളായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ പൂർണ്ണമായി നികുതിയിൽ നിന്നും ഒഴിവാക്കും എന്ന് വലിയ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചവരുണ്ട്. അത് വെറും വിദ്യാധാരണയായിരുന്നു എന്നിപ്പോൾ മനസ്സിലായി. ഇന്ത്യക്ക് നേരെ 26% തീരുവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ബ്ലാങ്കറ്റ് ടാരിഫ് എന്ന നിലയിലല്ല, ശരാശരി ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമായി 56% ശരാശരി എന്നാണ് ട്രംപ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 52% നേർപകുതിയായ 26% ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്ന കയറ്റുമതിക്ക്, മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് എല്ലാത്തിൻ്റെയും കയറ്റുമതിക്ക് ശരാശരി ചുമത്തപ്പെടുന്നത് 26% ഏപ്രിൽ 4-ാം തീയതി മുതൽ 10% തീരുവ നിലവിൽ വരും. ഏപ്രിൽ 9-ാം തീയതി മുതൽ 26% തീരുവ നിലവിൽ വരും എന്നത് കട്ടായം. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് അമേരിക്ക ഇന്ത്യ വ്യാപാരം ഇനി എങ്ങോട്ട് പോകും, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്, ഇന്ത്യ ഇതൊരവസരമായി കണ്ടുകൊണ്ട് ഈ ഭീഷണി, ഈ ഒരു വലിയ അന്ധ്രാളാവസ്ഥ ഒരു അവസരമായി കണ്ടുകൊണ്ട്, ഒരു വിശ്വാസവഞ്ചനയാണ്, ക്ലീനായി പറഞ്ഞാൽ വിശ്വാസവഞ്ചന തന്നെയാണ്. ഇന്ത്യക്കാരായ മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരുന്നത് അമേരിക്ക നമ്മുടെ രക്ഷയ്ക്കെത്തും. ട്രംപ് പറഞ്ഞിരിക്കുന്നത് കച്ചവടം, മോദിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വേറെ, കച്ചവടം വേറെ. അത് ഒരു ബിസിനസ്സുകാരൻ്റെ നയമാണ്. അത് മനസ്സിലാക്കുന്നതിൽ ഇന്ത്യ വൈകിയിരിക്കുന്നു. പക്ഷേ വൈകിയെങ്കിലും ഭാരതത്തിന് അത് മനസ്സിലായി എങ്കിൽ ഇന്ത്യ നന്നാകാനുള്ള തുടക്കമായിരിക്കും. ഞാൻ അതേക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ വീഡിയോയുടെ ഇതിവൃത്തം ഇന്ത്യക്ക് എങ്ങനെ നന്നാകാം, ഇന്ത്യയിൽ വരുന്ന ടാരിഫ് കൊണ്ട്, ഇന്ത്യയിൽ വരുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ഈ ഒരു ഇറക്കുമതി തീരുവ കൊണ്ട് ഇന്ത്യക്ക് വരാൻ സാധ്യതയുള്ള ഒരു മാറ്റം, സെക്ടർ വൈസ് അനാലിസിസ്. അത് സ്വല്പം സാഹസമുള്ള കാര്യമാണ്. കാരണം ഫിഗേഴ്സ് തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാകും. കാരണം നമ്മൾ എടുക്കുന്ന സോഴ്സിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്കിലും ആ സെൻസ് ഓഫ് ഡയറക്ഷൻ മനസ്സിലാക്കാൻ പര്യാപ്തമാകും ഈ വീഡിയോ എന്നാണ് ഞാൻ കരുതുന്നത്. വേറെ 2 വീഡിയോയും കൂടി ഉണ്ടാകും. അത് ഇതിൻ്റെ സീക്വലായിട്ടുണ്ടാകും, ഇന്ത്യയുമായിട്ടുള്ളതല്ല. യൂറോപ്യൻ യൂണിയനുമായിട്ട് പ്രത്യേകമായി യൂറോപ്പ് അമേരിക്ക ബന്ധങ്ങളെ കുറിക്കുന്നതും, അതുപോലെ ലോകവ്യാപാരത്തെ മൊത്തത്തിൽ ഇന്ത്യ ഒഴിച്ചു നിർത്തി ലോകവ്യാപാരത്തെ എങ്ങനെ അത് ബാധിക്കുമെന്നും, അമേരിക്കയുടെ തന്നെ അന്തരീക്ഷം, അവസ്ഥ, സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും മറ്റ് 2 വീഡിയോകൾ ഉണ്ടാകും. അതുകൊണ്ട് അതും കൂടെ കാണണമെന്ന് പ്രേക്ഷകരോട് ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അക്ഷയഖനിയാണ്, കയറ്റുമതിക്കാരുടെ അക്ഷയഖനി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കയറ്റുമതി $79 ബില്യൺ അധികം വരുന്ന ഇന്ത്യയുടെ കയറ്റുമതി, അത് വലിയ കയറ്റുമതിയാണ്. ഇറക്കുമതി അതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്യാപാര മിച്ചം 37-നും 40-നും ഇടയ്ക്ക് ബില്യൺ വ്യാപാര മിച്ചമാണ് ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാരത്തിനുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. വേറെ ഒരു രാജ്യവുമായും നമ്മൾക്ക് അത്രയധികം ഡോളറിൻ്റെ വ്യാപാര മിച്ചമില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ട് വ്യവസ്ഥയെ തന്നെ താങ്ങി നിർത്തുന്ന, നമ്മുടെ അടവശിഷ്ട നിലയെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല ഒന്നാന്തരം ഒരു മാർക്കറ്റാണ് അമേരിക്ക എന്നത്. പക്ഷേ അമേരിക്കയിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉൽപ്പന്നങ്ങളാണ്. ഒരു $14 ബില്യൺ കയറ്റുമതിയാണ്. അപ്പോൾ അവിടെ 26% നികുതി വരാൻ പോകുന്നു 9-ാം തീയതി മുതൽ. ഏപ്രിൽ 9-ാം തീയതി മുതൽ അത് നിലവിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതൊന്ന്. രണ്ടാമത്തെ വലിയൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ജെംസ് ആൻഡ് പ്രഷ്യസ് മെറ്റൽസ് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. ഇപ്പം രത്നങ്ങൾ, വൈരങ്ങൾ, വൈഡൂര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. അതിനോട് അടുപ്പിച്ച് തന്നെ നിൽക്കുന്നൊരു ഫിഗറാണ് ഫാർമസ്യൂട്ടിക്കൽ. ഏതാണ്ട് $11-12 ബില്യൺ ഫാർമ കയറ്റുമതിയാണ്. അതുപോലെ ജെംസിൻ്റെ ഒരു $11-12 ബില്യൺ വാർഷിക കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് ഉള്ളത്. അതാണ് രണ്ടാമത്തേത്.
അതേസമയം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ കയറ്റുമതി വളരെ വളരെ കുറവാണ്. 350 മില്യനേ ഉള്ളൂ, 1 ബില്യൺ പോലും ഇല്ല. അപ്പോൾ അത് വളരെ ചെറിയ ഒരു തുകയാണ്. പക്ഷേ അതിൽ നമ്മൾ ചില കടുംപിടുത്തങ്ങൾ നടത്തുന്നു. അവിടെയാണ് ഇറക്കുമതിയുടെ കാര്യത്തിൽ നമ്മൾ ചില കടുംപിടുത്തങ്ങൾ ഉണ്ട്. അത് മാറ്റാനുള്ള സമയമായി എന്നാണ് ട്രംപ് പറയുന്നത്. നമുക്കതിന് ഫിഗേഴ്സിലേക്ക് കുറച്ചുകൂടി വരാം. ഞാൻ ഈ കയറ്റുമതിയെക്കുറിച്ച് ആദ്യം പറയട്ടെ. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അയൺ ആൻഡ് സ്റ്റീൽ കയറ്റുമതി നമുക്കുണ്ട്. വാഹന ഘടകങ്ങളാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഏതാണ്ട് $4 ബില്യൺ. ആ വാഹന ഘടകങ്ങളും വാഹനങ്ങളും കയറ്റുമതി ചെയ്യുന്നതിൽ ഓൾറെഡി അമേരിക്ക പ്രഖ്യാപിച്ച 25% ടാരിഫ് നിലവിൽ വന്നു കഴിഞ്ഞു. ഇറക്കുമതി തീരുവ ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണോ ഇനിയുള്ള 26 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വാഹന ഇറക്കുമതി, കാരണം അമേരിക്കയിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള വാഹന കമ്പോണൻറ്റിൻ്റെയും വാഹനങ്ങളുടെയും ഇറക്കുമതി തികച്ചും അനാകർഷകമായി മാറും. ടാറ്റ മോട്ടോഴ്സിന് വളരെ വലിയൊരു തിരിച്ചടിയാണ്. ഇത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ 25% ഓൾറെഡി പ്രിവെയിലിങ്ങും ഇനിയുള്ള 26% ചേരുമ്പോൾ 51% ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് അമേരിക്ക 51% നികുതി ചുമത്തുന്നതെങ്കിൽ ഒരൊറ്റ വാഹനം പോലും ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യാൻ ആവില്ല. കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന വാഹന ഘടക നിർമ്മാണ കമ്പനികളെ പൂട്ടിപ്പോകും. അല്ല എങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് അവർക്ക് ഗോവിന്ദ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മറ്റ് മാർക്കറ്റുകളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. സമുദ്ര ഉൽപ്പന്നങ്ങളാണ് മറ്റൊരു കയറ്റുമതി. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ നമ്മൾ ശക്തമായ കോമ്പറ്റീഷൻ നേരിടുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായും കോമ്പറ്റീഷൻ നേരിടുന്നു. അപ്പം അവിടെയും വലിയ 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 തോതിലുള്ള ഏതാണ്ട് $4 ബില്യൺ വർത്താണ് ഈ കയറ്റുമതി ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അവിടെയും ഒരു വലിയ തിരിച്ചടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ആകമാനം തിരിച്ചടികളാണ് ഉള്ളത്. ഈ തിരിച്ചടികളെ ഇന്ത്യ എങ്ങനെ കാണുന്നു? ഈ തിരിച്ചടി 100% അപ്രതീക്ഷിതമല്ല. അമേരിക്കയിലേക്ക് മോദി സന്ദർശനം നടത്തിയപ്പോൾ ഒരു സൂചന ലഭിച്ചതാണ്. ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിലുള്ള ഉഭയകക്ഷി സംസാരത്തിൽ ഔപചാരികമായിട്ടെങ്കിലും ഔപചാരികമല്ലെങ്കിൽ പോലും പറഞ്ഞു കാണും, ഒരു ഹാർഡ് ഷോക്കിന് നിങ്ങൾ തയ്യാറെടുക്കൂ. സുഹൃത്തൊക്കെ തന്നെയാണ്. മോദി സുഹൃത്താണ്. മോദി അഭിമാനപൂർവ്വം പറയുന്നു ട്രംപ് എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ പല ട്രോളുകളിലും ഫ്രണ്ടിനെ ഫ്രണ്ടെന്നും വേറെ പല രീതിയിലുമൊക്കെ നമ്മൾ തമാശക്കൊക്കെ പറയുന്നു. പക്ഷേ അത് ട്രംപും അംഗീകരിക്കുന്നു. അതുകൊണ്ട് 60 രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത് വായിക്കുന്നത്. ഓരോ രാജ്യത്തെക്കുറിച്ചും വ്യക്തമായ കണക്കുകളും എത്ര ശതമാനമാണ് അവർ ശരാശരി ചുമത്തുന്ന തീരുവ എന്നും അതിൻ്റെ നേരെ പകുതിയാണ് പല രാജ്യങ്ങൾക്കും ട്രംപ് ചുമത്തുന്ന അതൊരു കൺസെഷൻ എന്ന നിലയിലാണ്. അങ്ങനെയാണ് ഇന്ത്യ ചുമത്തുന്ന ശരാശരി 52 എന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. അതിൻ്റെ നേരെ പകുതി ഉള്ള 26% എന്ന നിലയിൽ എത്തി നിൽക്കുന്നു. ഇത് യാഥാർത്ഥ്യത്തോടടുത്ത് നിൽക്കുന്ന ഒരു കണക്കല്ല. 52% ഏതായാലും ഇന്ത്യ തീർച്ചയായും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ശരാശരി ചുമത്താനുള്ള സാധ്യതയില്ല. ചില ഐറ്റംസിന് 150% വരെ ചുമത്തുന്നു എന്നത് ശരിയാണ്. പക്ഷെ മറ്റു ചില ഐറ്റംസിന് 10-15% മാത്രമാണ് ചുമത്തുന്നത്. ആകെ ട്രംപിൻ്റെ കണക്കുകളിൽ ഒരു പൊരുത്തക്കേട് പൊതുവേ പ്രഥമ റൗണ്ടിൽ തന്നെ ഒരു പൊരുത്തക്കേട് നമുക്ക് കാണാം. എങ്കിലും ഈ ട്രംപിൻ്റെ 52% എന്നത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ 26%ലേക്ക് വരും. ഇനി ഇതിൽ നമ്മൾ സെക്ടർ വൈസായി ഞാൻ ഓരോ സെക്ടറിൻ്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ വളരെ വലിയ കയറ്റുമതി, $14 ബില്യൺ കയറ്റുമതി തീർച്ചയായും വൻ ബാധ്യതയാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കൊരു രജത രേഖയുണ്ട്. നമ്മുടെ കോമ്പറ്റിറ്റേഴ്സ് ആരൊക്കെയാണ്? അത് യൂറോപ്യൻ യൂണിയൻ അല്ല, ഏഷ്യയിലെ തന്നെ മറ്റ് രാജ്യങ്ങളാണ്. കൊറിയയും അതുപോലെ മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളുമാണ്. അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന കയറ്റുമതി അത് വലിയ തോതിൽ എഫക്റ്റഡ് ആകും. കാരണം മറ്റ് രാജ്യങ്ങൾക്കെതിരെ ചൈന ഉൾപ്പെടെയുള്ള നമ്മുടെ കോമ്പറ്റിറ്റേഴ്സിനെതിരെ വലിയ ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പം ചൈനയ്ക്കെതിരെ 20% ചുങ്കം ചുമത്തിയിരിക്കുന്നു. ആദ്യം 25% ചുങ്കം, അതിനു പുറമെ ഇപ്പോൾ ഇതാ ചുങ്കങ്ങൾ. അപ്പോൾ 54% ചുങ്കം ചൈനയ്ക്കെതിരെ ചുമത്തുമ്പോൾ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്ന കയറ്റുമതി നമുക്ക് ഒരു വെല്ലുവിളിയല്ല. അപ്പോൾ ചൈനയേക്കാൾ ആകർഷകമായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി. അതുകൊണ്ട് അമേരിക്കയിൽ ഈ പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ വില കൂടുതലാകാമെങ്കിലും ആ കയറ്റുമതി സാധ്യത പൂർണ്ണമായി നിലയ്ക്കുന്നില്ല.
ഇത് തന്നെയാണ് ടെക്സ്റ്റൈൽസിൻ്റെ അവസ്ഥ. ഇപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ്, ഉദാഹരണത്തിന് ബംഗ്ലാദേശ് നമ്മുടെ കോമ്പറ്റീറ്ററാണ്. പക്ഷേ ബംഗ്ലാദേശിനെ നമ്മളെക്കാളും കൂടുതൽ 36% തീരുവയാണ്, നമുക്ക് 26% തീരുവയുള്ളൂ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം അവിടെയും നമുക്ക് ആ എക്സ്പോർട്ട് മാർക്കറ്റ് പിടിച്ചു നിർത്താൻ സാധിക്കും. ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കും. കാരണം അമേരിക്കയ്ക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് ഫാർമ ഉൽപ്പന്നങ്ങൾ. അത് ഏറ്റവും ആദായകരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്, മറ്റൊരു രാജ്യം ഇന്ത്യയാണ്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഫാർമ കയറ്റുമതിക്ക് അത് 11 ബില്യൺ ഡോളേഴ്സ് വർത്താണ് ഒരു വർഷത്തെ ഫാർമ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, സർജിക്കൽ ഉപകരണങ്ങൾ എല്ലാം കൂടി ചേർത്തുകൊണ്ട് അതിന് ഒരു പക്ഷേ പ്രത്യേക പരിഗണന ലഭിക്കും എന്നാണ് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ സ്റ്റീൽ ആൻഡ് അലൂമിനിയം അതിനുള്ള തീരുവ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം ഇന്ത്യ ചെയ്തത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾക്ക് പ്രതീകാത്മകമായി കുത്തനെ ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ടുവന്ന് ട്രംപിൻ്റെ ഒരു സൈക്കിയെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമം നടത്തി. പക്ഷേ ട്രംപ് പക്കാ ബിസിനസ്സുകാരനാണ്. ഇതുപോലെയുള്ള ഷുഗർ കോട്ടഡ് പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആൾ തന്നെയാണ് പക്കാ ബിസിനസ്സുകാരനായ ട്രംപ്. ആ വേലയൊന്നും വേണ്ട മച്ചാനെ ഇങ്ങോട്ട് എടുക്കണ്ട എന്നാണ് ട്രംപിൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇന്ത്യക്ക് ഇനി പ്രതീക്ഷിക്കാനുള്ളത് ഒരു 6 മാസത്തെ കാത്തിരിപ്പ്. 6 മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വിശാലമായ ഉഭയകക്ഷി വ്യാപാര കരാറിൽ കോംപ്രിഹെൻസീവ് ട്രേഡ് എഗ്രിമെൻറ്റ് സാധ്യമാകും. അതിനുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയപ്പോൾ തുടങ്ങി വെച്ചത്. പക്ഷേ നിലവിലുള്ള ടാരിഫ്, ഇപ്പോൾ നിലവിൽ വന്നതും വരാനിരിക്കുന്നതുമായ ടാരിഫ് 6 മാസത്തേക്ക് തുടരാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഷെയ്ക്കപ്പാണ് ഇന്ത്യൻ ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയിൽ ഒന്നാം തരം സമൂലമായ മാറ്റങ്ങൾ, ഒരു ഷെയ്ക്കപ്പ് ആകെ പിടിച്ചുലയ്ക്കുന്ന കാറ്റക്ലിസ്മിക് ചേഞ്ചസ് ആണ് ഉടനടി ഉണ്ടാകാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇമ്മീഡിയറ്റായി തകരും. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ചയിലാണ്. നാളുകളിലും ഒരു വലിയ തോതിലുള്ള തിരുത്തൽ എന്നതല്ല, താഴ്ച പ്രതീക്ഷിക്കാം. പക്ഷേ ആത്യന്തികമായി സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. കാരണം ഇന്ത്യയുടെ റെസിലിയൻസ് എന്ന് പറയുന്നത്, ഇന്ത്യ 4.3 ട്രില്യൺ ഇക്കോണമിയാണ്. 2025 ഡിസംബർ 31 4.3 ട്രില്യൺ ഇക്കോണമിയിൽ എത്തി നിൽക്കും എന്നാണ് പറയുന്നത്. ഈ അമേരിക്കയിലേക്ക് കയറ്റുമതിയിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടമായി 10% നികുതിയാണ് ചുമത്തുന്നതെങ്കിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടമായി നമ്മൾ പരിഗണിച്ചിരുന്നത് ഒരു 5-6 ബില്യൺ ഡോളേഴ്സിൻ്റെയാണ്. അപ്പോൾ 27% വരുമ്പോൾ നമുക്കൊരു 10-12 ബില്യൺ ഡോളേഴ്സിൻ്റെ അല്ലെങ്കിൽ 15 ബില്യൺ ഡോളറിൻ്റെ വാർഷിക നഷ്ടമുണ്ടെങ്കിലും 0.17% മാത്രമേ നമ്മുടെ GDP എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ 4.3 ട്രില്യൺ ഇക്കോണമി എന്നതിൽ നിന്നും ലേശം കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാവും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. വളർച്ചാ നിരക്ക് നിലനിർത്താനാവും. നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ എക്സ്പോർട്ട് സാധ്യത ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം ആകെ മാറിമറിയും. ചൈന ഇന്ത്യ വ്യാപാരം വർദ്ധിക്കും, ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വ്യാപാരം വർദ്ധിക്കും. അതിനുപരിയായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപാരം 10 മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. കാരണം എല്ലാവരും കലിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അമേരിക്ക ഒഴിച്ചുള്ള മറ്റ് ലോകരാജ്യങ്ങൾ എല്ലാം പരസ്പരം അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനും പരസ്പരമുള്ള നികുതി ഇറക്കുമതി തീരുവകൾ കുറച്ചുകൊണ്ടുവരാനും സാധ്യത തുറന്നു കിട്ടുന്നു. അതുമാത്രമല്ല, സ്വന്തം വ്യവസായം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായം കുറച്ചുകൂടി റെസിലിയൻ്റ് ആകാൻ പോവുകയാണ്. ഹെവി പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി എത്ര കാലം മുന്നോട്ട് പോകാനാവും? നമുക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ അംബാസഡർ കാറുകളും ഫിയറ്റ് കാറുകളും സ്റ്റാൻഡേർഡ് കാറുകളും മാത്രമാണ് നിരത്തിലുണ്ടായിരുന്നത്. അംബാസഡർ, ഫിയറ്റ് എന്നത് 4 വീലേഴ്സും ഈ ചേതക് എന്ന ബജാജിൻ്റെ സ്കൂട്ടർ, അതുപോലെ വിജയ് സൂപ്പർ, ഇങ്ങനെയൊക്കെയുള്ള സ്കൂട്ടറുകളും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ, ഇങ്ങനെയുള്ള കാര്യം മാത്രം ഉണ്ടായിരുന്നിടത്ത് എത്രയോ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഫോറിൻ ക്യാപിറ്റൽ, ഫോറിൻ ടെക്നോളജി, ടെക്നോ കോഓപ്പറേഷൻ. അതുകൊണ്ട് ഉദാരവൽക്കരണ നയം 91 ഉദാരവൽക്കരണ നയം, അതിന് മുൻപ് തന്നെ 83 തന്നെ മാരുതി എത്തി. അപ്പം 91 ലിബറലൈസേഷൻ പോളിസി കൊണ്ട് നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ആഭ്യന്തര ഉത്പാദന രംഗമാകെ മാറി മറിഞ്ഞതുപോലെ 2025 വർഷം നമ്മുടെ ഉത്പാദനത്തിൽ മറ്റൊരു മാറ്റം പ്രതീക്ഷിക്കാം. ആഭ്യന്തര വിപണി കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ചെയ്യുകയും വിദേശത്ത് കൂടുതൽ വിപണികൾ തേടിപ്പോവുകയും അമേരിക്കയിലുള്ള അമിത കയറ്റുമതി ആശ്രയത്വം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി കുറച്ചുകൂടി വൈബ്രൻ്റ് ആകാനുള്ള അവസ്ഥയാണ്. കൂടുതൽ ഉദാരവൽക്കരണ നടപടികളിലേക്ക്, ആഭ്യന്തര ഉദാരവൽക്കരണ നടപടികളിലേക്കും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായാൽ
ഒരുപക്ഷേ ഇന്ത്യൻ ഇക്കോണമി കാര്യമായ പോറലൊന്നുമില്ലാതെ കടന്നു പോകും. അത് മാത്രമല്ല, അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ അമേരിക്കയുമായി കുറച്ചുകൂടെ സ്റ്റേബിൾ കരാറിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലെത്തും. 2030 വർഷത്തിൽ ഇൻഡോ അമേരിക്കൻ ഉഭയകക്ഷി ട്രേഡ് എന്ന് പറയുന്നത് 500 ബില്യൺ, അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള 119 ബില്യൺ എന്നതിൽ നിന്നും 500 ബില്യണിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം എങ്കിൽ കയറ്റുമതി ഇറക്കുമതി അനുപാതം വളരെ ഉയർന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അമേരിക്ക പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ വ്യാപാര നഷ്ടമാണുള്ളത്, മിച്ചം ഇന്ത്യക്കാണുള്ളത്. ആ മിച്ചം കാര്യമായി കുറച്ചു കൊണ്ടുവരികയും വ്യാപാര തോത് പരമാവധി കൂട്ടുകയും ചെയ്താൽ ഇന്ത്യൻ ഇക്കോണമിക്ക് തന്നെയായിരിക്കും ആത്യന്തികമായ പ്രയോജനം. പക്ഷേ താൽക്കാലികമായി ഒരു സെറ്റ് ബാക്ക് തന്നെയാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ചായിരിക്കും ഇമ്മീഡിയറ്റ്ലി ആലോചനകൾ. ലോങ് ടേം ഔട്ട്ലുക്ക് to me is certainly bullish.